ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു JBL ആണ്. ഈ കാണുന്നത് JBL 12 ഇഞ്ച് സബ്വൂഫർ 1100 വാട്ട്സ്. അതായത് ഇത് 1100 വാട്ട്സ് ആണെങ്കിലും 275 RMS ഉള്ള JBL 12 ഇഞ്ച് സബ്വൂഫർ 4 ohms. ഇത് നമ്മൾ കാണുന്ന RDS സബ്വൂഫർ 1200 RMS. അതിൽ പീക്ക് വാട്ട്സ് ഞാൻ പറയുന്നില്ല. അപ്പോൾ 1200 RMS ഉള്ള ഡുവൽ വോയിസ് കോയിലുള്ള സബ്വൂഫറാണ്. അപ്പോൾ ഇതും തമ്മിൽ ആനയാണ് ഔട്ടറിൻ്റെയും വ്യത്യാസമുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം, പറയേണ്ട ആവശ്യമില്ല. രണ്ടിൻ്റെയും മാഗ്നറ്റ് നിങ്ങൾക്ക് വെച്ച് നോക്കാം എന്താ അതിൻ്റെ സൈസ് എന്ന്. അപ്പോൾ ആ രീതിയിലുള്ള വ്യത്യസ്ത സബ്വൂഫറാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു സംശയം ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ അതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഡുവൽ വോയിസ് കോയിൽ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള കുറേ വീഡിയോ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെയും അത് ആവശ്യപ്പെടുന്നതുകൊണ്ട് ഇതൊരു സിമ്പിൾ ചെറിയൊരു വീഡിയോ ഒക്കെയാണ്. അപ്പോൾ ഡുവൽ വോയിസ് കോയിൽ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ടെർമിനൽ കാണാം, ഇവിടെയും ഒരു ടെർമിനൽ കാണാം. അപ്പോൾ 2 വോയിസ് കോയിലിൻ്റെ കണക്ഷനാണിത്. 2 ohms ആയിരിക്കും ഈ ഒരു കണക്ഷൻ 2 ohms ആയിരിക്കും. 2 ohms നിങ്ങൾക്ക് പാരലലായിട്ടോ സീരീസ് ആയിട്ടോ കണക്ട് ചെയ്യാം. ആമ്പിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കിയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് നമുക്ക് ഇതിലൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ കാണുന്ന ഈ ടെർമിനൽ ഉണ്ടല്ലോ, ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് ഇവിടെ മാർക്കുണ്ട്. അപ്പോൾ ഈ റെഡ് ആൻഡ് ബ്ലാക്ക് തമ്മിൽ നോക്കിയിട്ടാണ് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് മനസ്സിലാക്കുന്നത്. അപ്പോൾ റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും. അപ്പോൾ ഇതിൻ്റെ ഒരു ടെർമിനൽ എത്ര ഓംസ് ആയിരിക്കും? നമ്മൾ 2 ohms എന്ന് പറഞ്ഞില്ലേ, ഒന്ന് കൺഫേം ആക്കാം. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ 2. എത്ര കാണിക്കുന്നത്? 2.1 ohms. അപ്പോൾ 2 ohms ആണ് ഇത്. ശരിക്കും പറഞ്ഞാൽ 2 ohms കോയിലാണ്. അപ്പോൾ ഇതേപോലെ തന്നെ 2 കോയിലാണുള്ളത്. അപ്പോൾ 2 ohms കോയിൽ പ്ലസ് 2 ohms കോയിൽ എത്ര ആവും? 1 ohms. 2 അതായത് എങ്ങനെയാണ് പാരലൽ ചെയ്യുമ്പോൾ 1 ohms. 2 ohms കോയിൽ പ്ലസ് 2 ohms കോയിൽ സീരീസ് ചെയ്യുമ്പോൾ 4 ohms. അതായത് 2 ohms കൂടി പാരലൽ ചെയ്യാറുമ്പോൾ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ഇങ്ങനെ കൊടുത്താൽ 1 ohmsലേക്ക് പോകും. അതേസമയം അത് കണക്ട് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. സീരീസ് കണക്ഷന് അത് കണക്ട് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല, അത് ഇങ്ങനെ കണക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ് ഇത് നീണ്ട വിരൽ നടുവിരൽ പോസിറ്റീവും ഇത് നെഗറ്റീവും. അപ്പോൾ ഇത് നടുവിരൽ പോസിറ്റീവ് ഇത് നെഗറ്റീവ്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പാരലലി കണക്ട് ചെയ്യുക. പ്ലസ് ആൻഡ് മൈനസ് അത് നേരെ ഇങ്ങനെ കണക്ട് ചെയ്യുക. ഈ പ്ലസ് ഈ നെഗറ്റീവും ഈ പോസിറ്റീവും കൂടി കണക്ട് ചെയ്താൽ ഇതാണ് നമ്മുടെ ടെർമിനൽ. അപ്പോൾ നമുക്കത് വയറിട്ട് കാണിച്ചു തരാം. ഇതിലൊരു റോങ് അവസ്ഥ വരാണ്ട് കണക്ഷൻ കൊടുക്കുമ്പോൾ അത് തെറ്റാതെ ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീരെ വർക്ക് ചെയ്യില്ല. അതായത് ഒരു കോയിലിനെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യും, ഒരു കോയിലിന് അകത്തേക്കും വലിക്കുന്ന ഒരവസ്ഥയിലുള്ള കണക്ഷൻ വരാണ്ട് തെറ്റിക്കഴിഞ്ഞാൽ അപ്പം പേപ്പർ ആണെങ്കില്ല. അപ്പോൾ ഞാനിവിടെ ആദ്യം ആ റോങ് കണക്ഷൻ ഈ വയർ ഉപയോഗിച്ച് കാണിച്ചു തരാം. ഞാനിവിടുത്തെ ഈ പോസിറ്റീവ് ആണ് ഇവിടെ ഇപ്പോൾ കണക്ട് ചെയ്യുന്നത്. പോസിറ്റീവ് റെഡിൽ ഞാൻ ഈ വയർ കണക്ട് ചെയ്തു. അടുത്തത് നമ്മൾ അതിൻ്റെ മറ്റേ ടെർമിനലിലും കൂടി ആ വയർ കണക്ട് ചെയ്യാൻ പോകുന്നു. സെയിം റെഡിലേക്ക് തന്നെയാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇതാണ് റെഡ്. ഈ റെഡിലേക്ക് കണക്ട് ചെയ്തു. ഇതിലേക്ക് തന്നെ നമ്മൾ ഈ ബ്ലാക്കിനെ, ഇപ്പോൾ ഇതൊരു തെറ്റായ കണക്ഷനായിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ തെറ്റായിട്ട് തന്നെയാണ് ഈ കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് തെറ്റാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കണക്ഷൻ ഒരു പോയിന്റിൽ നമ്മളിതുപോലെ റെഡ് കണക്ട് ചെയ്തു, ഒരു വയർ ഉപയോഗിച്ച് റെഡിലേക്ക് കണക്ട് ചെയ്തു. അടുത്ത മറ്റേ കണക്ഷൻ കൊടുക്കുന്നതും ആ റെഡിലേക്ക് തന്നെയാണെങ്കിൽ അത് സീരീസ് കണക്ഷൻ വെച്ച് നോക്കുമ്പോൾ തെറ്റാണ്. അപ്പോൾ അടുത്ത കണക്ഷൻ നമ്മളിവിടെ ഒരു റെഡ് വയർ വന്നു. ഈ റെഡ് വയർ ഈ എക്സ്ട്രാ ഉള്ള കിടക്കുന്ന ബ്ലാക്കിലേക്ക് കണക്ട് ചെയ്തു. അടുത്തത് ഒരു ഗ്രീൻ വയർ ഇവിടെ ഉണ്ട്. അത് ഞാൻ ഇവിടെ എക്സ്ട്രാ കിടക്കുന്ന ഈ ബ്ലാക്കിലേക്കും കണക്ട് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കണക്ഷൻ ആംപ്ലിഫയറിലേക്ക് കൊടുത്താൽ ഇതിൽ നിന്ന് യാതൊരു വിധ സൗണ്ടും കേൾക്കില്ല. അതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാ ഞാനിവിടെ ബാറ്ററി കണക്ട് ചെയ്യാണ്. അപ്പോൾ അത് അനങ്ങണം. എന്താ നിങ്ങൾ കേട്ടത്? ഒന്നും കേൾക്കുന്നില്ല. അതേസമയം എൻ്റെ ഓംസ് എത്ര ഉണ്ടെന്ന് കാണിച്ചു തരാം. ഓംസ് ചെക്ക് ചെയ്യുമ്പോൾ പക്ക 4 ohms വരും. ഓക്കെ, 4 ohms പക്ക 4 ohms വരും. അപ്പോൾ നിങ്ങൾ ചെക്കിങ്ങിലൊന്നും ആ ഒരു ഫോൾട്ട് മനസ്സിലാവില്ല. കണക്ഷൻ കൊടുത്താൽ സൗണ്ടും ഉണ്ടാവില്ല. പക്ഷേ കാര്യം എന്താണെന്ന് പിടികിട്ടില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ട എവിടെയാണ്? ആ കണക്ഷനിൽ മാറിപ്പോയതാണ്. കണക്ഷൻ എന്ന് പറയുമ്പോൾ ആ ലിങ്ക്, അതായത് ഒരു പോയിന്റിൽ നിന്നും ഈ റെഡ് കണക്ഷൻ നമ്മളെടുത്തു. അടുത്ത പോയിന്റിലേക്ക് കൊടുക്കുമ്പോൾ നമ്മളതിൻ്റെ നേരത്തെ പറഞ്ഞ ഈ ടൈപ്പ് കണക്ഷൻ എടുക്കേണ്ടത്. അതായത് ആ റെഡിന്ന് ഈ ബ്ലാക്കിലേക്കാണ് ഈ ലിങ്ക് ചെയ്യേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. അടുത്തത് നമുക്കിവിടെ നല്ല കണ്ടീഷനിൽ നമുക്കിവിടെ ഒരു റെഡ് പോയിൻ്റ് ഫ്രീ കിട്ടി. അപ്പോൾ ഈ റെഡ് പോയിൻറ്റിലേക്ക് നമ്മൾ ഈ റെഡ് വയർ കൊടുക്കുക. അടുത്ത ഗ്രീൻ വയർ ഇവിടെ ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ബാറ്ററി വെച്ച് ചെക്ക് ചെയ്യാം. ഓംസും ആദ്യം ചെക്ക് ചെയ്യാം. 3.9 4 ohms ലോഡ് കാണാം. അതായത് നേരത്തെ കാണിച്ചതും റോങ്ങിൽ കാണിച്ചപ്പോഴും 4 ohms ആണ്. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള കണക്ഷൻ കാണിച്ചപ്പോഴും 4 ohms ആണ്. ഇനി ബാറ്ററി വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് ഇതിലാണ് നമ്മൾ കണക്ഷൻ ചെക്ക് ചെയ്യുന്ന 2 ടെർമിനൽ. അപ്പോൾ ഇനി ഈ ഓഫറിലേക്ക് നോക്കുക. നേരത്തെ കേട്ടപ്പോൾ സൗണ്ട് ഇല്ലായിരുന്നല്ലോ.
ഇനി വ്യത്യസ്തത ഉണ്ടാവും. ഓക്കെ ഉണ്ടോ, പ്രോപ്പറായിട്ട് പുറത്തേക്ക് തള്ളുന്നു. അതായത് നമ്മൾ പോസിറ്റീവ് റെഡിൽ കണക്ട് ചെയ്യുമ്പോൾ വളരെ പക്ക കണക്ഷൻ. അപ്പോൾ ഈ രീതിയിലാണ് ഡുവൽ വോയിസ് കോയിൽ സീരീസിൽ കണക്ഷൻ കൊടുക്കേണ്ടത്. അന്നേരം എന്ത് തെറ്റാണ് വരിക എന്നുള്ളതും ഞാൻ ഇതിൽ പറഞ്ഞു. പാരലൽ കണക്ഷനിലേക്ക് എടുക്കുമ്പോൾ ഓംസ് ലോ ആവും എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ പാരലൽ കണക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൊടുത്ത സീരീസ് കണക്ഷൻ്റെ ആ ലിങ്ക് മാറ്റം വരുത്തുക. അതായത് നമ്മളിവിടെ ഈ റെഡ് ടു, അതായത് ഈ ബ്ലാക്കിൽ നിന്ന് ഇവിടുത്തെ ബ്ലാക്ക് പോയിന്റിൽ നിന്ന് നമ്മളിവിടെ റെഡ് പോയിന്റിലേക്ക് കണക്ട് ചെയ്തില്ലേ, അതിന് പകരം ആ ബ്ലാക്ക് പോയിന്റിൽ നിന്ന് നമ്മൾ ഇവിടെ ഈ ബ്ലാക്ക് പോയിന്റിലേക്ക് തന്നെ ഈ കണക്ഷൻ കൊടുത്തു. ഓക്കെ, അടുത്തത് റെഡ് ടു റെഡ് നമ്മൾ മറ്റൊരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യണം. ഈ റെഡ് ടു റെഡ്. ഇനി ഇതിനകത്ത് നമുക്കൊരു ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വയർ എന്ന് പറയുന്നത് 2 വയർ ബാക്കിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് റെഡ് ആൻഡ് ഗ്രീൻ വന്നില്ലേ, അപ്പോൾ ഇതിൽ റെഡ് പോസിറ്റീവായിട്ടും ഗ്രീൻ ബ്ലാക്കിലേക്കും കണക്ട് ചെയ്യുക. അതായത് ഈ ബ്ലാക്ക് നമ്മളിവിടെ ഈ ബ്ലാക്കിലേക്ക് ഈ ഗ്രീൻ കണക്ട് ചെയ്യാൻ പോകണം, ഈ റെഡിലേക്ക് ഈ റെഡ് കണക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ബ്ലാക്ക് കണക്ഷനിലേക്ക് 2 വയർ വന്നു, റെഡ് കണക്ഷനിലേക്ക് 2 വയർ വന്നു. ഇവിടെ തന്നെ ഓരോ കണക്ഷൻ നമുക്ക് അടുത്ത ടെർമിനലിലെ 2 കണക്ഷനിലേക്ക് പോയി. അപ്പോൾ ഇനി നമുക്കിത് ചെക്ക് ചെയ്യുമ്പോൾ ഓംസ് എത്രയാണെന്ന് കാണിച്ചു തരാം. 8989 എന്ന് കാണിക്കുന്നുണ്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ 1 ohms ആണ്. അപ്പം പാരലൽ കണക്ഷൻ കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ 4 ohmസിനോ മറ്റോ കണക്ട് ചെയ്യുന്ന ആ ആംപ്ലിഫയർ എടുത്തിട്ട് പാരലൽ ചെയ്ത് കണക്ട് ചെയ്യരുത്, സീരീസ് ചെയ്ത് കണക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഇനിയും സംശയം ഉണ്ടാവില്ലായിരിക്കുന്നു. ഒരുപാട് എക്സാമ്പിൾ കാണിച്ചു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കുക, നമുക്കത് ക്ലിയർ ചെയ്തിട്ട് മനസ്സിലാക്കി തരാം. RDS സബ്വൂഫറിൻ്റെ ടെസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, കാരണം ഇതിൻ്റെ ബോക്സ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോക്സ് വർക്ക് കഴിഞ്ഞിട്ട് അത് കിട്ടുകയാണെങ്കിൽ ചെക്ക് ചെയ്യാം, ഇല്ലാച്ചാൽ അത് ആ കസ്റ്റമറുടെ ഏരിയയിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഹെവി ബോക്സ് ആയിരിക്കും, വളരെ വലുതായിരിക്കും, ഹെവി ബോക്സ് ആയിരിക്കും. ഇതന്നെ കൊണ്ടെടുക്കാൻ വയ്യ. ഇത് രണ്ടും കൂടെ ചെയ്തിട്ട് ഇത് ബാക്ക് ചെയ്ത് വണ്ടി കയറ്റി കൊണ്ടുപോകുന്ന അതിനായിട്ടും ടാസ്ക്കാണ്. അപ്പോൾ ഈ ടാസ്ക് പ്രശ്നം കാരണം ബോക്സ് അവിടെ നിന്ന് ചെയ്യാണ്. അഥവാ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ പോയി വീഡിയോ എടുക്കാം, ഇല്ലെങ്കിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് 2 million സബ്സ്ക്രൈബേഴ്സ് ആക്കി തരിക. അടുത്ത വീഡിയോയിൽ കാണാം.